ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഡിഗ്രി പ്രിലിംസ് ഒക്കെ നടക്കുകയാണ്. അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിന് ശേഷം മെയിൻസ് അടുത്തിരിക്കുകയാണ്. സോ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ എക്സാംസ് എല്ലാം കണ്ടക്ട് ചെയ്യപ്പെടുന്നതാണ്. അപ്പം ഈ എക്സാംസിലെല്ലാം കേരള ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വഹിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കേരള ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മളത് പഠിച്ചേ മതിയാകൂ. ഈ കേരള ഹിസ്റ്ററിയിൽ നമ്മൾ പ്രധാനമായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോർച്ചുഗീസുകാർ യൂറോപ്യന്മാരുടെ ആഗമനത്തോടു കൂടിയാണ്. നമുക്കറിയാം 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയപ്പോൾ മുതലാണ് ഈ ഒരു കേരളത്തിൻ്റെ ഒരു യൂറോപ്യന്മാരുമായിട്ടുള്ള ഒരു ബന്ധം, ആ ഒരു ചരിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആ ഒരു സമയത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ സിലബസിലും ഈ ഒരു ടോപ്പിക്ക് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പോർച്ചുഗീസുകാരുടെ പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സെഷനിൽ നമ്മൾ ഈ ഒരു പോർച്ചുഗീസുകാരുടെ ആഗമനത്തെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ പോർച്ചുഗീസുകാരുടെ ആഗമനം, അവർ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ, ഉണ്ടാക്കിയ മാറ്റങ്ങൾ, സോ അവരുടെ പ്രധാനപ്പെട്ട പോളിസീസ്, അവരുടെ പ്രധാനപ്പെട്ട വൈസ്രോയിമാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 1956 കേരള രൂപീകരണം വരെയുള്ള ഒരു ഹിസ്റ്ററി നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ മറ്റുള്ള വീഡിയോസും കൂടെ നിങ്ങൾ കാണുക, കേരള ഹിസ്റ്ററി പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ പോർച്ചുഗീസ് പീരീഡ്. അപ്പോൾ പോർച്ചുഗീസ് പീരീഡ് നമുക്കറിയാം 1498 മെയ് മാസത്തിലാണ്. മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയപ്പോൾ മുതലാണ് ഈ ഒരു കേരള ചരിത്രത്തിലെ വളരെയധികം സംഭവങ്ങളുമായിട്ടുള്ള ഒരു അധ്യായത്തിൻ്റെ ആരംഭം ആ ഒരു സമയത്താണ് പ്രധാനമായിട്ടും തുടങ്ങിയത്. ഓക്കെ, സോ വാസ്കോഡ ഗാമേനെയാണ് ഈ ഒരു മാനുവൽ രാജാവ്, കിങ് മാനുവൽ. ഓക്കെ, സോ പോർച്ചുഗൽ രാജാവായിട്ടുള്ള കിങ് മാനുവലാണ് ഈ ഒരു വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. അപ്പം എന്തിനായിരിക്കും വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് എന്നുള്ളതിന് പ്രധാനമായിട്ടും ഒരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത് വാണിജ്യ വികസനം. അതായത് പുതിയ ട്രേഡ് റൂട്ട് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ട്രേഡ് വികസിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഈ ഒരു പോർച്ചുഗീസ് നെയ്വൽ ഫ്ലീറ്റിനെ ഇന്ത്യയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസ് രാജാവിനെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് കൂടുതൽ വാണിജ്യ ബന്ധങ്ങൾ വേണമായിരുന്നു. ഓക്കെ, സോ കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ സ്പൈസസിനെ പറ്റിയൊക്കെ യൂറോപ്യന്മാർക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. അറേബ്യൻ ട്രേഡ് വഴിയാണ് നേരത്തെ സ്പൈസുകൾ യൂറോപ്പിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് ഡയറക്റ്റ് ട്രേഡ് റൂട്ട് കണ്ടുപിടിക്കാനായി ആഫ്രിക്കയെ ചുറ്റിയുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയുള്ള ഒരു ഡയറക്റ്റ് ട്രേഡ് റൂട്ട് കണ്ടുപിടിച്ച ആൾ വാസ്കോഡ ഗാമ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ പൗരസ്ത്യ ദേശങ്ങളുമായിട്ടുള്ള വാണിജ്യം വികസിപ്പിക്കുക എന്നുള്ള ഈ ലക്ഷ്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് പ്രധാനമായിട്ടും വാസ്കോഡ ഗാമയെ രാജാവ് ഇന്ത്യയിലേക്ക് അയച്ചത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ വാണിജ്യ വികസനമായിരുന്നു പോർച്ചുഗീസുകാരുടെ അടിയന്തര ലക്ഷ്യമെങ്കിൽ പോലും ഈ ഇന്ത്യയിൽ ഉള്ള എന്താ പറയുക, ലോക്കലായിട്ടുള്ള രാജാക്കന്മാരെല്ലാം കീഴ്പ്പെടുത്തിയിട്ട് അവിടെ ഒരു പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ഒരു വലിയ ആഗ്രഹം അവർക്കുണ്ടാവുകയാണ് ചെയ്തത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്കറിയാം, നമുക്ക് കൂടുതൽ റിസോഴ്സസ് ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് അവിടുത്തെ റിസോഴ്സസ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പവർ നമുക്ക് വേണം. അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ പവറിന് വേണ്ടിയിട്ടാണ് ഇവരും ആഗ്രഹിച്ചത്. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ പവറിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഈ കേരളം ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് ചെറുകിട നാട്ടുരാജാക്കന്മാരായിരുന്നു. അതിൽ പ്രമുഖരായിരുന്നു സാമൂതിരിമാരും കോലത്തിരിമാരും. സാമൂതിരിമാരായിരുന്നു കോഴിക്കോട് ഭരിച്ചുകൊണ്ടിരുന്നത്, കോലത്തെ നാടായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു രൂക്ഷമായിട്ടുള്ള ഒരു മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു മത്സരത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പോർച്ചുഗീസുകാർ ഒരു ഹോപ്പ് കണ്ടെത്തിയത്, ഇവരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്യാം എന്നുള്ള ഒരു ഐഡിയയിലാണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ നിന്നിരുന്നത്. ഓക്കെ, സോ ഇതാണ് പോർച്ചുഗീസ് പീരീഡിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ബ്രീഫായിട്ടുള്ള ഔട്ട്ലൈൻ. അപ്പോൾ നമുക്കറിയാം 1498 മെയ്യിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് കപ്പലിറങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാസ്കോഡ ഗാമയ്ക്ക് അത്ര നല്ല ഒരു സ്വീകരണമൊന്നുമല്ല സാമൂതിരിയിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ കപ്പിത്താന്മാർക്ക് ഒരുപാട് അസുഖകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഈ ഒരു സാമൂതിരിയിൽ നിന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവരെ കൊച്ചി രാജാവിനോട് അടുപ്പിക്കുകയാണ് ചെയ്തത്. സോ കൊച്ചി രാജാവിനോട് ബന്ധം പുലർത്താൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ നിർബന്ധിതരാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കപ്പലിറങ്ങിയ വാസ്കോഡ ഗാമയ്ക്ക് പക്ഷേ വിചാരിച്ചത്ര നല്ലൊരു സ്വീകരണമല്ല സാമൂതിരിയിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ സാമൂതിരി അദ്ദേഹത്തെ അവിടെ ഒരു ചുങ്കം കൊടുക്കാനും നിർബന്ധിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹം കോലത്തിരിയുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ കോലത്തിരിയുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോൾ കോലത്തിരി ആ സമയത്ത് കണ്ണൂരായിരുന്നു. അപ്പം അദ്ദേഹം കണ്ണൂർ വെച്ചിട്ടാണ് ഈ ഒരു കരാറിൽ ഏർപ്പെട്ടത്. അതുപോലെ തന്നെ അദ്ദേഹം അതിനുശേഷം വാസ്കോഡ ഗാമ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിൽ എത്തുകയാണ് ചെയ്തത്. ഓക്കെ, സോ അതിനുശേഷം പോർച്ചുഗീസ് രാജാവ് അടുത്ത പര്യടന സംഘത്തെ അയക്കുകയാണ് ഉണ്ടായത്. സോ ഇത്തവണ
പെഡ്രോ ആൽവരസ് കാബ്രൽ ആൽവാരസ് കാബ്രലിന്റെ നേതൃത്വത്തിലാണ് ഒരു പര്യടന സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഈ ഒരു കാബ്രാലിന്റെ പ്രതിനിധിയായിട്ട് ഒരു സാമൂതിരിയുമായിട്ട് ഒരു ധാരണയിലെത്തുകയും കോഴിക്കോട് ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അധികാരം പോർച്ചുഗീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അധികാരം പോർച്ചുഗീസുകാർക്ക് അവിടെ നിന്നാണ് ലഭിക്കുന്നത്. പക്ഷെ നമുക്കറിയാം കോഴിക്കോട് ആ സമയത്തുണ്ടായിരുന്ന പ്രധാനമായിട്ടും ഈ ഒരു അറബ്സും മുസ്ലിംസും ഒക്കെ ആയിരുന്നു കോഴിക്കോടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർ മുസ്ലിംസിനെതിരായതുകൊണ്ട് ഇവർ ഈ പോർച്ചുഗീസുകാർക്ക് ശരിക്കും പറഞ്ഞ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രൊപ്പഗേഷൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ അജണ്ടയിലുണ്ടായിരുന്നു. മതപരമായിട്ടുള്ള ഒരു ഐഡിയയും അവർക്കുണ്ടായിരുന്നു. സോ അവർക്ക് ക്രിസ്ത്യാനിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുകയും വേണം. അതോടൊപ്പം തന്നെ മുസ്ലിംസ് ഇസ്ലാമിക് മതത്തെ അടിച്ചമർത്തുകയും വേണം. സോ അതുകൊണ്ട് തന്നെ ഈ സാമൂതിരിമാരുമായിട്ടുള്ള ഒരു സൗഹൃദം ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗീസുകാർക്ക് കറക്റ്റായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഇവർ സാമൂതിരിയുമായിട്ട് വീണ്ടും കലഹത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം 1500 ഡിസംബറിൽ കൊച്ചിയിലേക്ക് പോവുകയും ചെയ്ത് കാബ്രൽ കൊച്ചിയിലേക്ക് പോവുകയും ചെയ്ത്. സോ കൊച്ചിയിൽ കച്ചവടം നടത്താനുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൊച്ചി രാജാവ് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുകയാണ് ചെയ്ത്. അതുപോലെ തന്നെ കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം കൊല്ലത്തും കണ്ണൂരും അനുകൂലമായ വ്യവസ്ഥകളിൽ ചരക്ക് കയറ്റാനുള്ള സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 1502 ഗാമ രണ്ടാമത് വീണ്ടും വരുന്നുണ്ട്, ഗാമയുടെ സെക്കൻഡ് മിഷൻ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ സാമൂതിരിക്ക് പോർച്ചുഗീസുകാരോടുണ്ടായ വിരോധവും അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ കപ്പൽപ്പടയെ എതിർക്കുന്നതിൽ കാബ്രലിനുണ്ടായ പരാജയവും, അപ്പോൾ ഇതെല്ലാം മൂലമാണ് ഈ ഒരു പോർച്ചുഗീസ് രാജാവ് വാസ്കോഡ ഗാമയുടെ രണ്ടാമത്തെ പര്യടന സംഘത്തെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഇത്തവണ ഇവർ കപ്പലിറങ്ങിയത് അഞ്ചുദ്വീപിലാണ് അദ്ദേഹം വരുന്നത്. ഈ ഒരു പര്യടനത്തിൽ അദ്ദേഹം വീണ്ടും കോഴിക്കോടുകാരുമായിട്ട് കലഹത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പക്ഷേ എന്നിരുന്നാൽ പോലും കണ്ണൂരും കൊച്ചി രാജാവുമായിട്ട് ഇദ്ദേഹം വ്യാപാരത്തിലും അതുപോലെ തന്നെ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോൾ കൊച്ചി രാജാവുമായിട്ടുള്ള കരാറിൽ ഒപ്പുവെച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ ഉണ്ടാക്കുന്ന കുരുമുളകും ഏലവും മറ്റ് ചരക്കുകളൊക്കെ പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലയ്ക്ക് പൊതുജനങ്ങൾ പോർച്ചുഗീസുകാർക്ക് എടുത്തുകൊള്ളണമെന്നായിരുന്നു ഈ ഒരു ഉടമ്പടിയിലെ വ്യവസ്ഥയായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കൊച്ചിയിൽ പോർച്ചുഗീസുകാർക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യാപാരശാലകളും സൈനിക സങ്കേതങ്ങളും സ്ഥാപിക്കാനുള്ള അധികാരവും ഈ ഒരു ഉടമ്പടി മൂലം, കൊച്ചി രാജാവുമായിട്ടുള്ള ഉടമ്പടി മൂലം ഇവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അതിനുശേഷം കോഴിക്കോടും കൊച്ചിയും തമ്മിൽ ഒരു പ്രധാനപ്പെട്ട യുദ്ധം നടന്നു, വാർ ബിറ്റ്വീൻ കാലിക്കറ്റ് ആൻഡ് കൊച്ചിൻ. സോ ആ ഒരു യുദ്ധത്തിനിടയിലാണ് 1503 ഫ്രാൻസിസ്കോ ഡി അൽബുക്കർക്കിന്റെ കീഴിൽ ഒരു പോർച്ചുഗീസ് നാവികവിഭാഗം കേരളത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് അവരുടെ വ്യാപാരശാലയുടെ സംരക്ഷണത്തിന് കൊച്ചിയിൽ ഒരു കോട്ട കിട്ടുവാൻ അധികാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു യുദ്ധത്തിൽ കൊച്ചി രാജാവിനെ സഹായിച്ചതിനാണ് ഈ ഒരു കോട്ട കെട്ടാനുള്ള ഒരു അനുവാദം കൊടുത്തത്. സോ ആ ഒരു കോട്ട കെട്ടുവാൻ വേണ്ടിയിട്ട്, അതായത് അവരുടെ ട്രേഡിംഗ് സെന്റർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോട്ട കെട്ടാൻ അനുവാദം കൊടുത്തത്. 1503 സെപ്റ്റംബർ 27 അടിസ്ഥാന കല്ലിട്ട ഈ കോട്ടയാണ് യൂറോപ്യന്മാർ നിർമ്മിച്ച ഒന്നാമത്തെ കോട്ട. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ഒന്നാമത്തെ കോട്ടയാണ് ഈ ഒരു കോട്ട. പോർച്ചുഗീസ് രാജാവിന്റെ ബഹുമതിക്ക് വേണ്ടി മാനുവൽ ഫോർട്ട് എന്ന് അതിന് പേരിടുകയും ചെയ്തു. ഫോർട്ട് മാനുവൽ എന്ന് അതിന് പേരിടുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം മാനുവൽ രാജാവാണ് പോർച്ചുഗീസുകാരെ ഇന്ത്യയിലേക്ക് അയച്ചത്. ഈ ഒരു ഫോർട്ടിന്റെ പേരും ഫോർട്ട് മാനുവൽ എന്നാണ് ഇട്ടത്. പിന്നീട് 1504 പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ കയ്യിൽ നിന്നും കൊടുങ്ങല്ലൂർ നഗരം പിടിച്ചെടുക്കുകയും അതിന് ചുറ്റും കോട്ടമതിൽ കെട്ടുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരം. അപ്പോൾ കൊടുങ്ങല്ലൂരെ പിടിച്ചെടുക്കുക വഴിയായിട്ട് പോർച്ചുഗീസുകാർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ കൊച്ചിയിലും കൊടുങ്ങല്ലൂരിലും അവരുടെ വാണിജ്യ താല്പര്യങ്ങൾ ദൃഢമായി ഉറപ്പിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം 1505 ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗീസ് താല്പര്യങ്ങളുടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പരിപൂർണ അധികാരമുള്ള ഒരു രാജപ്രതിനിധിയെ നിയമിക്കാൻ പോർച്ചുഗീസ് രാജാവ് തീരുമാനിക്കുകയാണ് ചെയ്തത്. സോ അങ്ങനെ വന്ന ഒരു രാജപ്രതിനിധിയാണ് അൽമേഡ. 1505 പോർച്ചുഗീസിന്റെ ആദ്യത്തെ വൈസ്രോയി ആയിട്ട് ഫ്രാൻസിസ്കോ ഡി അൽമേഡ നിയമിതനായി. അപ്പോൾ ആ സമയത്ത് അഞ്ചുദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹം അങ്ങനെ നിർമ്മിച്ച കണ്ണൂർ കോട്ടയ്ക്ക് ഫോർട്ട് ഏഞ്ചലോ എന്ന് പേരിടുകയും ചെയ്തു. അപ്പോൾ 1505 ഫ്രാൻസിസ്കോ അൽമേഡ നിയമിതനായത്. അഞ്ചുദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി ഇവിടെയുള്ള കോട്ടകൾ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കണ്ണൂർ ഫോർട്ടിനിട്ട പേര് ഫോർട്ട് ഏഞ്ചലോ എന്നാണ് കണ്ണൂർ കോട്ടയ്ക്ക് ഇട്ട പേര്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അൽമേഡയുടെ ഒരു പോളിസീസ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ അൽമേഡ
അൽമേഡയുടെ പോളിസീസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. 1505 മുതൽ 1509 വരെയുള്ള ഒരു പീരീഡാണ് അൽമേഡയുടെ ഒരു പീരീഡായിട്ട് വന്നിരിക്കുന്നത്. സോ ഹി വാസ് അപ്പോയിന്റഡ് ആസ് ദ ഫസ്റ്റ് വൈസ്രോയി ഓഫ് ഇന്ത്യ. ഓക്കെ, സോ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഒരു പോളിസിയാണ് ബ്ലൂ വാട്ടർ പോളിസി. ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, സമുദ്രത്തിൽ പോർച്ചുഗീസുകാരുടെ ഒരു ആധിപത്യം, സുപ്രീമസി, ടു എസ്റ്റാബ്ലിഷ് സുപ്രീമസി ഓഫ് പോർച്ചുഗീസ് ഇൻ ദ ഇന്ത്യൻ ഓഷ്യനിൽ പോർച്ചുഗീസുകാരുടെ ഒരു ആധിപത്യം എൻഷുർ ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു പോളിസിയാണ് ബ്ലൂ വാട്ടർ പോളിസി ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോർട്ട് അഞ്ച്ദ്വീപ്. ഓക്കെ, സോ ഈ ഒരു ഫോർട്ടും അതുപോലെ തന്നെ അഞ്ച്ദ്വീപ് ഐലൻഡിലുള്ള ഈ ഒരു ഫോർട്ടും പണി കഴിപ്പിച്ചത് അൽമേഡയുടെ നേതൃത്വത്തിലാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു എന്താ പറയുക, 2 പ്രധാനപ്പെട്ട ബാറ്റിൽസിൽ ഉൾപ്പെടുകയും ചെയ്തു. ബാറ്റിൽ ഓഫ് ദാബുൾ ആൻഡ് ബാറ്റിൽ ഓഫ് ദിയു. ഓക്കെ, സോ ഈ ഒരു 2 യുദ്ധങ്ങൾ വഴിയായിട്ട് പോർച്ചുഗീസുകാരുടെ ഒരു നേവൽ സുപ്രീമസി ഊട്ടി ഉറപ്പിക്കുകയും കൂടിയാണ് ഇദ്ദേഹം ചെയ്തത്. ഇനി രണ്ടാമത് വന്ന വൈസ്രോയിയാണ് 1509 മുതൽ 1515 വരെയുള്ള കാലഘട്ടത്തിൽ വന്ന വൈസ്രോയിയാണ് അൽഫോൺസോ ഡി അൽബുക്കർക്ക്. അപ്പോൾ അൽഫോൺസോ ഡി അൽബുക്കർക്ക് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയ്സ് ഇൻ ഇന്ത്യ എന്നാണ്. സോ ഇദ്ദേഹത്തിൻ്റെ പീരീഡ് നമുക്ക് വേണേൽ പറയാൻ സാധിക്കും, ഇറ്റ് ഈസ് ദ റിയൽ ഫൗണ്ടിങ് പീരീഡ് ഓഫ് പോർച്ചുഗീസ് പവർ ഇൻ ഇന്ത്യ. അപ്പോൾ പോർച്ചുഗീസ് പവറിൻ്റെ ഏറ്റവും റിയൽ ആയിട്ടുള്ള ഒരു ഫൗണ്ടിങ് പീരീഡ് എന്ന് വേണേൽ നമുക്ക് പറയാം. സോ അദ്ദേഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിനിലായിരുന്നു. സോ he was headquartered in Cochin and Concord DU in 1509. 1509 DU പിടിച്ചെടുക്കുന്നത്. സോ ഇദ്ദേഹം ഹി ഓൾസോ കോൺകോർഡ് ഗോവ ഇൻ 1510. ഓക്കെ, 1510 ഗോവ പിടിച്ചടക്കുകയും ബിജാപ്പൂർ സുൽത്താൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു ഗോവ പിടിച്ചടക്കുന്നത്. ഓക്കെ, സോ ഗോവ പിടിച്ചടക്കുന്ന അൽബുക്കർക്കാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു കാര്യമാണ്, സോ ഇദ്ദേഹം കൂടുതൽ അദ്ദേഹത്തിൻ്റെ വ്യാപാരം വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബംഗാളിൽ ഹൂഗ്ലി, ബാലസോർ ഇവിടെയെല്ലാം പോർച്ചുഗീസ് ട്രേഡിംഗ് സെൻറ്റേഴ്സ് സ്ഥാപിച്ചതും ഇദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു. ഇനി ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ അൽബുക്കർക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. സോ അദ്ദേഹം ഇൻ്റഗ്രേറ്റഡ് locals into administration. Okay, then encouraged his men to marry Indian women. Okay, സോ അതായത് ഇന്ത്യ ഒരു എന്താ പറയുക, അദ്ദേഹത്തിന് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പോർച്ചുഗീസ് സെറ്റിൽമെൻറ്റ് ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം പോർച്ചുഗീസ് പോരാളികളോട് അല്ലെങ്കിൽ പോർച്ചുഗീസിലെ ഉദ്യോഗസ്ഥരോട് ഇന്ത്യക്കാരെ മാരേജ് ചെയ്യാനുള്ള ഒരു ആഹ്വാനം കൂടി നടത്തുകയുണ്ടായി. ഓക്കെ, സോ പ്രധാനമായിട്ടും ഈ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അൽബുക്കർക്കിൻ്റെ ഒരു കാലഘട്ടത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അൽബുക്കർക്ക് നമുക്കറിയാം ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. സോ അദ്ദേഹം എന്താ പറയുക, പോർച്ചുഗീസുകാരുടെ ഒരു ആധിപത്യം, സമുദ്രത്തിലെ ആധിപത്യം പോർച്ചുഗീസുകാരുടെ എന്താ പറയുക ഊട്ടി ഉറപ്പിക്കുക, വാണിജ്യം ഭദ്രമാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അൽബുക്കർക്കിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നാടുകൾ വെട്ടിപ്പിടിക്കുകയും അതുപോലെ തന്നെ നയതന്ത്രം കൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ കീഴടക്കുകയൊക്കെ ചെയ്തു. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബംഗാളിൽ ഹൂഗ്ലി, ബാലസോർ ഇവിടെയൊക്കെ അദ്ദേഹം എത്തുകയും ചെയ്തു. ഇനി അദ്ദേഹം 1513 ഡിസംബറിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയുമായിട്ട് ഒരു സന്ധി ഒപ്പുവെക്കുകയും ചെയ്തു. സോ ട്രീറ്റി ഓഫ് 1513 അത് ഈ ഒരു അൽബുക്കർക്കിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. ഈ സന്ധിയിലെ ഒരു വ്യവസ്ഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് കോട്ട കെട്ടാനും അവരാഗ്രഹിക്കുന്ന പോലെ വാണിജ്യം നടത്താനും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മാറ്റക്കച്ചവടത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ബാർട്ടർ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുരുമുളക് വാങ്ങാനും അനുവാദം നൽകപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ഒരു സന്ധിയിലെ വ്യവസ്ഥ അനുസരിച്ച് പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് കോട്ട കെട്ടാനും, അതായത് റൈറ്റ് ടു ഇറക്റ്റ് ഫോർട്ട് ഇൻ എനി പ്ലേസ് ഓഫ് ദെയർ ചോയ്സ്, ആ ഒരു കോട്ട കെട്ടാനുള്ള ഒരു അവകാശവും അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന പോലെ വാണിജ്യം നടത്താനും ഫ്രീ ട്രേഡ് നടത്താനും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ ഒരു ബാർട്ടർ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുരുമുളക് വാങ്ങാനുമുള്ള അനുവാദം നൽകുകയാണ് ചെയ്തത്. ഇനി ഈ ഒരു കുരുമുളകിൻ്റെ വില കൊച്ചിയിലെ വില നിരക്കിലായിരിക്കണം നിശ്ചയിക്കപ്പെടുന്നത് എന്നും ഈ ഒരു ഉടമ്പടിയിൽ വ്യവസ്ഥ ചെയ്യപ്പെട്ടു. അപ്പം ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും, ശരിക്കും പറഞ്ഞാൽ സാമൂതിരിയുടെ ഒരു പവേഴ്സിനെ പൂർണ്ണമായിട്ടും കുറച്ചുകൊണ്ടുള്ള ഒരു സന്ധിയാണ് ഈ ഒരു ഉടമ്പടി എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ.
ഇപ്പോൾ അൽബുക്കർക്ക് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം പല രീതിയിലുള്ള ഭരണപരിഷ്കാരങ്ങളും നടപ്പിലാക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ഭരണപരിഷ്കാരങ്ങളാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഈ എൻകറേജിങ് ഹിസ് മെൻ ടു മാരി ഇന്ത്യൻ വിമൻ, അതിന് പറയുന്ന സങ്കരവാസ സങ്കേതങ്ങൾ എന്നാണ് പറഞ്ഞത്. അതായത് പോർച്ചുഗീസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ജനവർഗത്തെ സൃഷ്ടിക്കുക, ഇങ്ങനെയുള്ള ഒരു ഉദ്ദേശമായിരുന്നു അദ്ദേഹത്തിന് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ദെൻ ഹി ഓൾസോ കോൺകോർഡ് ഗോവ, അപ്പം അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വിപുലീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യമാണ് ഇന്ത്യക്കാരെ സ്വന്തം സൈന്യത്തിൽ ചേർക്കുകയും യൂറോപ്യൻ മാതൃകൾ അവർക്ക് പരിശീലനം കൊടുക്കുകയും ചെയ്തത്. ഓക്കെ, സോ സ്വന്തം സൈന്യത്തിൽ ഇന്ത്യക്കാരെ ചേർക്കുകയും യൂറോപ്യൻ മാതൃകയിൽ അവർക്ക് പരിശീലനം കൊടുക്കുകയും ചെയ്തു. ഇനി മറ്റൊന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹം മുന്നോട്ടായിരുന്നു. വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ പുതിയ നാണയങ്ങൾ നടപ്പിലാക്കുകയും അതുപോലെ തന്നെ ഹി അബോളിഷ്ഡ് സതി ഇൻ ഹിസ് ഏരിയാസ്, അദ്ദേഹം സതി അബോളിഷ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അൽബുക്കർക്കിൻ്റെ ഒരു ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യങ്ങൾ. അപ്പോൾ അൽബുക്കർക്കിൻ്റെ അനന്തര ആഗാമികൾ, അതായത് പിന്നീട് വന്ന വൈസ്രോയിമാരൊന്നും കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ പറയേണ്ടതായിട്ടുള്ള ഒരാൾ നിനോ ഡാ കുൻഹയാണ്. നിനോ ഡാ കുൻഹ. സോ അദ്ദേഹത്തിൻ്റെ ഒരു ടൈം പീരീഡ് 1529 മുതൽ 1538 വരെയുള്ള ഒരു കാലഘട്ടമാണ്. സോ ഇദ്ദേഹത്തിൻ്റെ പീരീഡിലാണ് കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് പോർച്ചുഗീസുകാരുടെ ഒരു ക്യാപിറ്റൽ മാറ്റി സ്ഥാപിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് പോർച്ചുഗീസുകാരുടെ ഒരു പോർച്ചുഗീസ് ക്യാപിറ്റൽ മാറ്റി സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അൽബുക്കർക്കിനെ കണ്ടു. അതുപോലെ തന്നെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത അൽമേഡനെ പറ്റിയിട്ടായിരുന്നു. പിന്നീട് അൽബുക്കർക്കിനെ കണ്ടു. അതിനുശേഷമുള്ള ആളാണ് നിനോ ഡാ കുൻഹ. ഓക്കെ, സോ അൽബുക്കർക്കിൻ്റെ റിഫോംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻലിസ്റ്റഡ് ഇന്ത്യൻസ് ഇൻ ദ ആർമി, ട്രെയിൻഡ് ആർമി ഇൻ യൂറോപ്യൻ മെത്തേഡ്സ്, എഡ്യൂക്കേഷൻ, ഫസ്റ്റ് കോയിനേജ്, അബോളിഷൻ ഓഫ് സതി, ഇതെല്ലാം നമ്മൾ കണ്ടു. എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, അങ്ങനെ നീതിന്യായ വ്യവസ്ഥ എഫിഷ്യൻ്റ് ആയിട്ട് വന്നു. പിന്നെ മിക്സഡ് കോളനി പോളിസി, മിക്സഡ് കോളനിയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഇന്ത്യൻ യുവതികളെ മാരി ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു അൽബുക്കർക്കിൻ്റെ കീഴിലാണ് വന്നത്. ഓക്കെ, സോ അതിനുശേഷം ഈ ഒരു പീരീഡിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുഞ്ഞാലിമരക്കാരനെ പറ്റി. അപ്പോൾ കുഞ്ഞാലിമാരെ പറ്റി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പം കുഞ്ഞാലിമാർ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ അവരുടെ ഉത്ഭവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവൊന്നും ഇല്ലെങ്കിൽ പോലും അവർ ദേ ആർ നോൺ ആസ് ദ അഡ്മിറൽസ് ഓഫ് കാലിക്കറ്റ് ഫ്ലീറ്റ്. അപ്പോൾ സാമൂതിരിമാരുടെ നാവിക തലവന്മാരായിരുന്നു, നാവികപ്പടയുടെ നായകന്മാരായിരുന്നു ഈ ഒരു കുഞ്ഞാലിമാർ എന്ന് പറയുന്നത്. സോ കുഞ്ഞാലിമാരിൽ ഏറ്റവും എന്താ പറയുക, അപ്പോൾ നമുക്കറിയാം ഈ നാവികപ്പടയുടെ നായകന്മാരാക്കുന്ന ഏറ്റവും മികച്ച നാവികന്മാരെയാണ് ഈ ഒരു നാവികപ്പടയുടെ നായകന്മാരാക്കുന്നത്. സോ അങ്ങനെ ഏറ്റവും ധീരനായിട്ടുള്ള ഒരാളാണ് കുട്ടിയലി. കുട്ടിയലിയായിരുന്നു ആദ്യത്തെ ഒരു കുഞ്ഞാലിയായിട്ട് ഉണ്ടായിരുന്നത്. സോ കുട്ടിയലി 1524 അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നാവിക സൈന്യം പോർച്ചുഗീസുകാർക്ക് ഭീമമായിട്ടുള്ള ഒരു നഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ടാക്ടിക്സ് ആണ് ഹിറ്റ് ആൻഡ് റൺ ആയിട്ടുള്ള ഒരു ടാക്ടിക്സ്, അതായത് അടിച്ചിട്ട് കടന്നു കളയുക എന്നുള്ള ഒരു ടാക്ടിക്സ് ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ കടലിൽ ഒളിപ്പോര് നടത്താനുള്ള സ്വന്തം തന്ത്രശൈലിയും അദ്ദേഹം ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ഓക്കെ, സോ ഒളിപ്പോര് നടത്തുന്ന ഒരു തന്ത്രശൈലിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഹിറ്റ് ആൻഡ് റൺ എന്നുള്ള ഒരു ടാക്ടിക്സ് ആണ് പ്രധാനമായിട്ടും കുട്ടിയലി സ്വീകരിച്ചു പോന്നിരുന്നത്. സോ കുട്ടിയലിക്ക് ശേഷം വന്ന ഒരു കുഞ്ഞാലിയാണ് കുഞ്ഞാലി രണ്ടാമൻ. അപ്പോൾ കുഞ്ഞാലി രണ്ടാമൻ കുട്ടിയാലിക്ക് ശേഷം വന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലയളവിൽ, കുഞ്ഞാലി രണ്ടാമൻ്റെ കാലയളവിൽ ഉണ്ടായ ഒരു ട്രീറ്റിയാണ് 1540 പോർച്ചുഗീസുകാരും സാമൂതിരിമാരും തമ്മിലുണ്ടായ ഒരു ഉടമ്പടി. അപ്പോൾ നമുക്കറിയാം 1529 ഒക്ടോബറിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിനോ ഡാ കുൻഹയെ നിയമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പുതിയ ആളായിട്ട് വന്നപ്പോൾ ചാലിയത്ത് ഒരു കോട്ട കെട്ടുകയും ചെയ്തു. അപ്പോൾ പോർച്ചുഗീസ് സൈന്യങ്ങൾ അവിടെ പാർപ്പിച്ച് ഇന്ത്യൻ സമുദ്രത്തിൽ പോർച്ചുഗീസിൻ്റെ ആധിപത്യം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചാലിയം കോട്ട അറിയപ്പെടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമൂതിരിയുമായിട്ട് യുദ്ധമുണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു ചാലിയക്കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ചാലിയം ഫോർട്ട് ഈസ് ഓൾസോ നോൺ ആസ് ചാലിയം ഫോർട്ട്. അപ്പോൾ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നായിരുന്നു ചാലിയം കോട്ട അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്താണ്? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ ചാലിയം കോട്ട ഉണ്ടാക്കിയതിന് ശേഷം പ്രധാനമായിട്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്തു. 1540 ജനുവരിയിൽ പോർച്ചുഗീസുകാരുമായിട്ട് സാമൂതിരി ഒരു സന്ധി ഉണ്ടാക്കിയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലിയം അവരുടെ ഭാഗത്ത് നിന്നാണ്,
അപ്പം സാമൂതിരിക്ക് എപ്പോഴും ഒരു എന്താ പറയുക ഭീഷണി തന്നെയാണ് ഈ ഒരു ചാലിയം കോട്ട. അപ്പോൾ ഈ ഒരു സന്ധി അനുസരിച്ച് സാമൂതിരി തൻ്റെ രാജ്യത്തുണ്ടാകുന്ന കുരുമുളക് കൊച്ചിയിലെ വിലനിരക്കിൽ പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് കൊടുക്കണം എന്നായിരുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സമുദ്ര സഞ്ചാരത്തിൽ അറബി കപ്പലുകൾക്ക് പോർച്ചുഗീസുകാരുടെ ചീട്ട് വേണം എന്നതായിരുന്നു മറ്റൊരു വ്യവസ്ഥയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാമൂതിരി കേരളത്തിലെ മറ്റു രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ പോർച്ചുഗീസുകാർ ഒരു എന്താ പറയുക പോളിസി ഓഫ് നോൺ ഇന്റർഫറൻസ്, നിഷ്പക്ഷത പാലിക്കണമെന്നും സന്ധിയിൽ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഈ ഒരു 1540 സന്ധി പോർച്ചുഗീസുകാർക്ക് ഭയങ്കരമായിട്ട് ഫേവറബിൾ ആവുകയാണ് ചെയ്തത്. സോ അങ്ങനെ കോഴിക്കോട് തുറമുഖത്തെ വാണിജ്യം പോർച്ചുഗീസുകാരുടെ കുത്തകയാവുകയാണ് ചെയ്തത്. പക്ഷേ പോർച്ചുഗീസുകാർക്ക് അവരുടെ ഒരു ആധിപത്യം അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. 1571 ചാലിയം കോട്ട വീഴുകയാണ് ചെയ്തത്. അപ്പോൾ ചാലിയം കോട്ട സാമൂതിരി പിടിച്ചെടുക്കുകയും ചെയ്തു. സോ ചാലിയം കോട്ടയുടെ പതനം ആക്ച്വലി കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ നാശത്തിന്റെ ആരംഭമായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുക. സോ അടിക്കടി പരാജയപ്പെട്ടുകൊണ്ടിരുന്നെങ്കിലും തീരപ്രദേശങ്ങൾ നിറയൊഴിച്ച് തകർക്കുകയും സാമൂതിരിയുടെ പ്രജകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതിൽ നിന്നും ഈ പോർച്ചുഗീസുകാർ പിന്മാറിയില്ല. അപ്പോൾ അവർ ഈ പ്രധാനപ്പെട്ട സാമൂതിരിയുടെ ഒരു എന്താ പറയുക സ്വത്തും ഇതെല്ലാം പിടിച്ചടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. സോ അതിനുശേഷം വന്ന കുഞ്ഞാലിയാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം. കുഞ്ഞാലി മൂന്നാമന്റെ പീരീഡിലാണ്. ഓക്കെ. സോ ഈ ഒരു ചാലിയത്ത് നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കിയതിനു ശേഷം കുഞ്ഞാലിമാർ പരമാവധി ശക്തന്മാരായി. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാലിമാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ചാലിയം കോട്ട പിടിച്ചെടുക്കുന്നത്. സോ കുഞ്ഞാലി രണ്ടാമന്റെ നേതൃത്വത്തിലായിരുന്നു അത് സംഭവിച്ചത്. അപ്പോൾ കുഞ്ഞാലി മൂന്നാമൻ സാമൂതിരിയുടെ അധികാരത്തോടു കൂട്ടി ഒരു കോട്ടയ്ക്കൽ എന്നുള്ള സ്ഥലത്ത് ഒരു മരക്കാർ കോട്ട കെട്ടുകയാണ് ചെയ്തത്. സോ മരക്കാർ കോട്ട കെട്ടുന്നത് കുഞ്ഞാലി മരക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോട്ടയാണ് മരക്കാർ കോട്ട കുഞ്ഞാലി മൂന്നാമന്റെ കീഴിലാണ് ഈ ഒരു മരക്കാർ കോട്ട കെട്ടുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും സാമൂതിരിയുമായിട്ട് ഒരു എന്താ പറയുക ഇഷ്ടക്കേട് ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാനിയിൽ വ്യാപാരശാല സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സാമൂതിരി പോർച്ചുഗീസുകാർക്ക് അനുവാദം കൊടുക്കുകയാണ് ചെയ്തത്. സോ ഇത് കുഞ്ഞാലിമാരുടെ ഒരു അനിഷ്ടത്തിന് കാരണമാക്കിയാണ് ചെയ്തത്. സോ ആ ഒരു സമയത്താണ് കുഞ്ഞാലി മരക്കാർമാരുടെ തലവനായിട്ട് നിയമിതനാവുന്നത്. കുഞ്ഞാലി മരക്കാർമാരുടെ തലവനാവുന്നത് 1595 ഈ ഒരു കുഞ്ഞാലി നാലാമൻ വരുന്നത്. 1595 കുഞ്ഞാലി നാലാമൻ വരുന്നത്. സോ മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യൻ സമുദ്രത്തിന്റെ അതിനായകൻ, മുസ്ലിങ്ങളുടെ രാജാവ്, കിങ് ഓഫ് മൂർസ്, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അതിനായകൻ, ലോർഡ് ഓഫ് ദ ഇന്ത്യൻ സീസ്, ഇന്ത്യൻ സമുദ്രത്തിന്റെ അതിനായകൻ, ഇങ്ങനെയുള്ള ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ധീരനായിട്ടുള്ള ഒരു നാവിക സേനാനിയാണ്. ഇദ്ദേഹം സാമൂതിരിയെ പരസ്യമായിട്ട് ധിക്കരിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. സോ അങ്ങനെ സാമൂതിരിയുമായിട്ട് ശത്രുതയിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു സാമൂതിരിക്ക് കുഞ്ഞാലിമാരുമായിട്ട് ശത്രുത ഉണ്ടാകുകയും അങ്ങനെ 1600 സാമൂതിരി ഏകദേശം 6000 പടയാളികളുമായിട്ട് കുഞ്ഞാലിയുടെ കോട്ട ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞാലിനെ പിടിച്ചെടുക്കുകയാണ് സാമൂതിരി ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും സാമൂതിരി കുഞ്ഞാലിനെ പിടിച്ചെടുക്കിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാർ അദ്ദേഹത്തെ വധിക്കുകയും അദ്ദേഹത്തിൻ്റെ തല വെട്ടിയെടുത്ത് ഉപ്പിലിട്ട് കണ്ണൂർ കൊണ്ടുവരികയും സ്ഥലവാസികളായ മുസ്ലിങ്ങൾക്ക് ഒരു താക്കീത് എന്ന വിധം ഒരു കോലിൽ നാട്ടി നിർത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ചരിത്രം പറയുന്നത്. അപ്പോൾ സാമൂതിരിയുടെ ഒരു വലിയ ചതിയിലൂടെയാണ് കുഞ്ഞാലിനെ കീഴ്പ്പെടുത്തുന്നത്, കുഞ്ഞാലി പോർച്ചുഗീസുകാരുടെ ഇരയാവുന്നത് എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു നാവിക പോരാളിക്ക് വലിയ ഹീറോയിക് പരിവേഷമാണ് കേരള ചരിത്രത്തിൽ ചാർത്തി നൽകിയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് പോർച്ചുഗീസുകാരുടെ ഒരു അധപതനത്തിന്റെ കാരണമാണ് നമ്മളിനി കാണേണ്ടത്. സോ പോർച്ചുഗീസുകാരുടെ ഡിക്ലൈൻ അധികം കാലമൊന്നും നിലനിന്നിരുന്ന പ്രധാനമായിട്ടും ഡച്ചുകാർ രംഗപ്രവേശം ചെയ്തപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗീസുകാർക്ക് നല്ലൊരു പ്രബലമായിട്ടുള്ള എതിരാളികൾ എന്ന നിലയിലാണ് ഡച്ചുകാർ രംഗപ്രവേശം ചെയ്തത്. അതുവരെ കുഞ്ഞാലിമാരായിരുന്നു പോർച്ചുഗീസുകാരുടെ പ്രധാന തലവേദനയെങ്കിൽ കുഞ്ഞാലിമാരുടെ പതനം ശരിക്കും പറഞ്ഞാൽ നില വീണ്ടെടുക്കാൻ അവർക്ക് സഹായമായില്ല. ഡച്ചുകാർ അപ്പോഴത്തേക്കും ഒരു പ്രബലമായിട്ടുള്ള ഒരു എതിരാളികൾ എന്നുള്ള രീതിയിൽ പോർച്ചുഗീസുകാരെ എതിർത്തുകൊണ്ടിരുന്നു. ഇനി ഇപ്പോൾ ഡച്ചുകാരുടെ ആഗമനം മാത്രമല്ല പോർച്ചുഗീസുകാരുടെ പതനത്തിന് കാരണം, അവരുടേതായ ഒരുപാട് പോളിസീസ് അവരെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു കിങ്ഡം എക്സ്പാൻഡ് ചെയ്യുന്നതിൽ നിന്നും വന്നു. പ്രധാനമായിട്ടും ഒരു ഫെയിലിയർ ടു എസ്റ്റാബ്ലിഷ് ആൻ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് സ്വന്തമായിട്ടുള്ള ഒരു എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കേരളത്തിൽ ഉയർത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. പ്രധാനമായിട്ടും പോർച്ചുഗീസ്
പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ വളരെ കറപ്റ്റായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആൾക്കാരായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ നമ്മൾ കണ്ടായിരുന്നു. പോർച്ചുഗീസ് വൈസ്രോയിമാരിൽ ഏറ്റവും പ്രബലനായിട്ടുള്ളത് അൽബുക്കർക്കും നിനോഡാട്ട് കുൻഹയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതല്ലാതെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പ്രബലരായിട്ടുള്ള നേതാക്കന്മാരോ അല്ലെങ്കിൽ ഇപ്പം ഡച്ചുകാരുടെ പോലെ ഡിൽനോയ് പോലുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ഒന്നും തന്നെ ഈ പോർച്ചുഗീസുകാർക്ക് ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഭരണപരമായിട്ട് ഒരു എഫിഷ്യൻസി കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചില്ല. ഓക്കെ, സോ അതും അവരുടെ ഒരു പതനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻടോളറൻറ്റ് റിലീജിയസ് പോളിസീസ്. അവർ ഫോളോ ചെയ്ത് കഴിഞ്ഞ ഒരു ഇൻടോളറൻ്റ് ആയിട്ടുള്ള റിലീജിയസ് പോളിസീസ് ആണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, പോർച്ചുഗീസുകാരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റീനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനിറ്റീനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇസ്ലാമിക് സിസ്റ്റത്തിനെതിരെ കംപ്ലീറ്റ് ആയിട്ടും അവർ ഇസ്ലാമിക് സിസ്റ്റത്തിനെതിരായിരുന്നു. അപ്പോൾ അവരുടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു നാരോ മൈൻഡഡ്നെസ്സും അവർക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്ക് ഫയർ ചെയ്യുകയാണ് ചെയ്തത്. കാരണം മുസ്ലിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലായ്മ ചെയ്യുക, അവരെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ് അവർ പ്രധാനമായിട്ടും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവർ ക്രിസ്ത്യാനിറ്റീനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടി ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഇൻഹ്യൂമൻ ബാർബറിയസ് ആയിട്ടുള്ള ആക്റ്റുകളെല്ലാം അവർ മുസ്ലിംസിനെതിരെ ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഇവരെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഫോഴ്സ്ഫുൾ കൺവേർഷൻ എന്നുള്ള ഒരു രീതിയും അവർ അവലംബിക്കുകയുണ്ടായി. ഓക്കെ, സോ അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ക്രിസ്ത്യാനിറ്റിയിലേക്ക് അവർ കൺവേർട്ട് ആവാൻ വേണ്ടിയിട്ട് അവർ എഡ്യൂക്കേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനെ ഒരു പ്രിവിലേജ്ഡ് ക്ലാസ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി അങ്ങനെ ആ ഒരു രീതിയിൽ മറ്റുള്ളവരെ എസ്പെഷ്യലി നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിലൊക്കെ കേരളത്തിൽ ഒരുപാട് സാമൂഹിക അനീതികളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഹിന്ദുക്കൾക്കിടയിലൊക്കെ ഒരുപാട് അനീതികളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സോ അപ്പോൾ അതിനെതിരെ ആയിട്ട് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വളർച്ച അവരെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അനീതി അല്ലെങ്കിൽ എന്താ പറയുക ഹിന്ദുയിസത്തിൽ തന്നെ താഴ്ന്ന ജാതിക്കാർക്ക് ക്രിസ്ത്യാനിറ്റി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ മൂലമാണ് പോർച്ചുഗീസുകാരുടെ പീരീഡ് ഡച്ചുകാരുടെ ഒരു വരവോട് കൂടി ഏകദേശം പോർച്ചുഗീസുകാർക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാവുകയാണ് ചെയ്തത്. പക്ഷേ എന്നിരുന്നാൽ പോലും പോർച്ചുഗീസുകാരുടെ ഒരു കീഴിൽ നമുക്കറിയാം പോർച്ചുഗീസുകാരുടെ എഡ്യൂക്കേഷണൽ റിഫോംസ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് പിന്നീട് ഒരുപാട് ഗുണമുണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നോക്കേണ്ടത് എഫക്ട്സ് ഓഫ് പോർച്ചുഗീസ് കോണ്ടാക്ട്. അപ്പോൾ പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നതുകൊണ്ട് എന്തൊക്കെ ഉണ്ടായി? അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഒരു കോണ്ടാക്ട്, അപ്പോൾ നമുക്കറിയാം യൂറോപ്യന്മാരുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് കേരളത്തെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ ഫീൽഡിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ ഫീൽഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ ഫീൽഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സോഷ്യലായിട്ടുള്ള മാൽ പ്രാക്ടീസസ് ആ ഒരു സമയത്തുണ്ടായിരുന്നു. എസ്പെഷ്യലി സതി പോലുള്ള അനാചാരങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാസ്റ്റ്, ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് ഹൈറാർക്കി ആയിരുന്നു ആ ഒരു സമയത്ത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിൻ്റെ ഒരു സോഷ്യൽ യൂണിറ്റി ഒന്നും ആ സമയത്ത് ഇല്ലായിരുന്നു എന്ന് വേണേൽ നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ പൊളിറ്റിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരളം മൊത്തത്തിൽ ഒരു നാട്ടുരാജാക്കന്മാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും പോർച്ചുഗീസുകാർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഏബിളായിട്ടുള്ള സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ അവിടെ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിൻ്റെ റീസൺസ് നമ്മൾ മേളിൽ പറഞ്ഞ പോലെ തന്നെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നില്ല. സോ ദിസ് ഹാസ് അൾട്ടിമേറ്റ്ലി ലെഡ് ടു പൊളിറ്റിക്കൽ ഡിസ്യൂണിറ്റി. അപ്പോൾ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡിസ്യൂണിറ്റി ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ചെറുകിട നാട്ടുരാജ്യങ്ങളെല്ലാം തമ്മിൽ തല്ലുകയാണ് ചെയ്തത്. ബാൽക്കനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിടുതൽ അല്ലെങ്കിൽ വേറെ പിരിയലിനെയാണ് ഈ ഒരു ബാൽക്കനൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ പോർച്ചുഗീസുകാർ ഡെലിബറേറ്റ് ആയിട്ട് ഈ ഒരു മൈനർ ആയിട്ടുള്ള ചെറുകിട നാട്ടുരാജാക്കന്മാരെയൊക്കെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ ഒരു പൊളിറ്റിക്കൽ ഡിസ്യൂണിറ്റി ഉണ്ടായതും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ യൂണിറ്റി നഷ്ടപ്പെടുകയും ചെയ്തത്. അപ്പോൾ ആ സമയത്തെ പ്രധാനപ്പെട്ട ചെറുകിട നാട്ടുരാജാക്കന്മാർ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുറക്കാട് രാജാവ്, പാരൂർ, വെട്ടത്ത് രാജാവ്, അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു തമ്മിൽ തല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കേരളത്തിൽ ആ ഒരു 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു
ഒരു പൊളിറ്റിക്കൽ വാക്വം ഉണ്ടായിരുന്നു. സോ ആ ഒരു വാക്വമായിരുന്നു ഈ ഒരു മൈസൂർ കോണ്ടാക്ട് വഴി, അല്ലെങ്കിൽ മൈസൂറിൻ്റെ ഒരു വരവോട് കൂടി ആ ഒരു വാക്വമാണ് ഫില്ല് ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ 1799 ടിപ്പുവിൻ്റെ ഒരു മരണം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ മൈസൂർ ഏറ്റെടുക്കുന്നത്. സോ അതിനു മുന്നേ 1750 മുതലുള്ള ടൈം പീരീഡിൽ മൈസൂറിയൻ ഇൻ്റർലൂഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ആ ഒരു മൈസൂർ ആൾക്കാർക്ക് ഈ മലബാർ മൊത്തത്തിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊളിറ്റിക്കൽ ഡിസ്യൂണിറ്റി ഒരു വളരെയധികം ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. വലിയ ആയാസമില്ലാതെ തന്നെ മലബാർ ഏരിയ മൊത്തം തങ്ങളുടെ അധീനതയിലാക്കാൻ മൈസൂരുകാരെ ഹെൽപ്പ് ചെയ്ത് ഈ ഒരു പോർച്ചുഗീസുകാരുടെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം തന്നെയാണ്. ഓക്കെ, സോ ഇനി മറ്റൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ഫീൽഡിലാണ്. ഒന്ന്, യൂറോപ്യനൈസേഷൻ ഓഫ് ട്രേഡ്. ഇപ്പോൾ യൂറോപ്യനൈസേഷൻ ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമുക്കറിയാം, നേരത്തെ ട്രേഡ് കണക്ഷൻ കേരളത്തിന് ഉണ്ടായിരുന്നത് അറബിയ അതുപോലെ തന്നെ ഈജിപ്ത്യൻ രാജ്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നുമാണ് എന്താ പറയുക, ഇന്റർമീഡിയറ്റ്സ് വഴിയായിട്ട് യൂറോപ്പിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ വാസ്കോഡ ഗാമയുടെ വരവോടുകൂടി ഒരു ഡയറക്റ്റ് ട്രേഡ് റൂട്ട് ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാണിജ്യ വ്യവസായ കാര്യങ്ങളെല്ലാം യൂറോപ്യനൈസ് ചെയ്യപ്പെട്ടു. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയുക, യൂറോപ്യൻ മാതൃകയിലാണ് എല്ലാവിധ കാര്യങ്ങളും നടപ്പിലാക്കിയത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർക്കിടെക്ചർ പണിതപ്പോഴാണെങ്കിലും പോർച്ചുഗീസ് സ്റ്റൈലൊക്കെ ഇൻഫ്ലുവൻസ് ആയിപ്പോയി. ദെൻ ആർക്കിടെക്ചർ, ഇപ്പം ബംഗ്ലോ ടൈപ്പ് ഓഫ് ബിൽഡിങ്സ്, ഇതെല്ലാം യൂറോപ്യൻ പോർച്ചുഗീസ് സ്റ്റൈലായി. ഇനി ഫാഷൻസ്, ലക്ഷറീസ്, ആഭരണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ യൂറോപ്യനൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഇനി ചെറുകിട നാട്ടുരാജ്യങ്ങൾ എന്താ ചെയ്യുന്നത്, നാട്ടുരാജാക്കന്മാരൊക്കെ അവരുടെ യൂറോപ്യൻ ടെക്നിക്സ്, വെപ്പൺസ് ഓഫ് വാർഫെയർ, ഈ ഒരു ഗൺ പൗഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ തോക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ കൂടുതലായിട്ട് വരാനൊക്കെ തുടങ്ങി. സോ അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാണിജ്യം ഒരു യൂറോപ്യനൈസ് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഈ ഒരു പോർച്ചുഗീസുകാരുടെ ഒരു ട്രേഡ് മൂലം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് നടക്കുന്നത് അഗ്രികൾച്ചറൽ മേഖലയിലാണ്. അപ്പം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഒരുപാട് പുതിയ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കാഷ്നട്ട്, അതുപോലെ തന്നെ ടൊബാക്കോ, പിന്നെ കസ്റ്റാർഡ് ആപ്പിൾ, ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗുവ, പേരയ്ക്ക, ദെൻ പൈനാപ്പിൾ, പപ്പായ. ഓക്കെ, സോ പപ്പായ, ഇങ്ങനെയുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് എല്ലാം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, ഇനി അതുപോലെ തിരിച്ച് കേരള സ്പൈസസ്, പെപ്പർ, കാടമം, പിന്നെ ഇഞ്ചി, ജിഞ്ചർ, സിന്നമോൺ, ഇങ്ങനെയുള്ള കേരളത്തിലെ തനതായിട്ടുള്ള സ്പൈസസ് എല്ലാം യൂറോപ്യൻ മാർക്കറ്റ്സിൽ അവർ പോപ്പുലറൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി അതുപോലെ തന്നെ ദേ ഓൾസോ പ്രൊമോട്ടഡ് സയൻറ്റിഫിക് കൾട്ടിവേഷൻ ഓഫ് പെപ്പർ ആൻഡ് ജിഞ്ചർ ഓൺ ആൻ എക്സ്റ്റെൻസീവ് സ്കെയിൽ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം, കോക്കനട്ട് കൾട്ടിവേഷൻ അവർ പ്രൊമോട്ട് ചെയ്തു. അവർ കോക്കനട്ട് കൾട്ടിവേഷൻ, പ്ലാന്റേഷൻ രീതിയിലുള്ള കോക്കനട്ട് കൾട്ടിവേഷൻ, എസ്പെഷ്യലി കോക്കനട്ട് ഈ ഒരു തേങ്ങ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്, ഇപ്പം അതുവരെ ഒരു ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കോക്കനട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് കോക്കനട്ട് മാറ്റിയതും പ്ലാന്റേഷൻ രീതിയിൽ കോക്കനട്ടിനെ മാറ്റിയെടുത്തതും ഇവർ തന്നെയാണ്. അതുപോലെ തന്നെ കയർ ബിക്കെയിം എ ചീഫ് ഐറ്റം ഓഫ് എക്സ്പോർട്ട് ഡ്യൂറിങ് ദീസ് ടൈം. അപ്പോൾ കോക്കനട്ടിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് കയർ എന്ന് പറയുന്നത്. സോ കയറും ഒരു ചീഫ് ഐറ്റം ഓഫ് എക്സ്പോർട്ട് ആ ഒരു പോർച്ചുഗീസുകാരുടെ പീരീഡിലാണ് ഉണ്ടായത്. ഓക്കെ, ഇനി അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് സൊസൈറ്റൽ ചേഞ്ച് ആണ്. ഓക്കെ, സോ സൊസൈറ്റൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതുവരെ നമുക്ക് കേരളത്തിലുണ്ടായിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് എന്ന് നമുക്ക് വേണേൽ പറയാൻ സാധിക്കും. പക്ഷേ ഈ സൊസൈറ്റി, ഒരു കേരളത്തിൻ്റെ സൊസൈറ്റി, അപ്പോൾ ആ ഒരു സമയത്ത് ഒരു എന്താ പറയുക, ഫൈറ്റർ ക്ലാസ് എന്ന് പറയുന്ന നായർമാരായിരുന്നു. അവരായിരുന്നു ട്രഡീഷണൽ ആയിട്ടുള്ള ഫൈറ്റിംഗ് ക്ലാസ്. അവർ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പും വാളും പരിചയം, അതുപോലെ തന്നെ അമ്പും ഒക്കെ വെച്ചിട്ടായിരുന്നു അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പോർച്ചുഗീസുകാർ അപ്പോഴത്തേക്കും വന്നിട്ട് ദേ സ്റ്റാർട്ടഡ് ഇൻട്രൊഡ്യൂസിങ് സംതിങ് കോൾഡ് ആസ് ഗൺ പൗഡർ, ആർട്ടിലറി. ഓക്കെ, തോക്കും പീരങ്കിയും ഒക്കെ ആയിട്ടാണ് അവർ വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ നായർമാരെല്ലാം ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് അവർക്കൊരു നിലനിൽപ്പില്ലാതാവുകയാണ് ചെയ്തത്. ദേ ഓൾസോ സ്റ്റാർട്ടഡ് ഫേസിങ് ത്രെറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ജോലി ഇല്ലാത്ത ഒരവസ്ഥയും അവർക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻസും അതുപോലെ തന്നെ മുസ്ലിംസും അവർക്ക് പുതിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും അവരെ ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ പടകളിൽ ജോലി ചെയ്യുകയായിട്ട് വഴിയായിട്ട് അവർക്ക് പുതിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുകയുണ്ടായി. പക്ഷേ ഈ നായർമാർക്കെല്ലാം അവരുടെ ഒരു സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് അവർക്ക് പുതിയ എംപ്ലോയ്മെൻറ്റ് കിട്ടാത്ത ഒരവസ്ഥയും വരികയുണ്ടായി. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹിന്ദുസിലും അൺടച്ചബിൾസ് ഉണ്ട്. ഏറ്റവും താഴെക്കടയിലുള്ള ആൾക്കാരാണ് അൺടച്ചബിൾസ്. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ വെയർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ക്രിസ്ത്യാനിറ്റി. കാരണം ക്രിസ്ത്യാനിറ്റി ഒരു പ്രിവിലേജ്ഡ് ക്ലാസ് ആയിട്ടാണ്
പോർച്ചുഗീസുകാർ പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നവർക്ക് ഇവർ ഒരുപാട് സാമ്പത്തിക സഹായങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള രീതിയിലുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുകയുണ്ടായി. അപ്പോൾ ഹിന്ദുയിസത്തിൽ അവർ ഫോളോ ചെയ്യുന്ന അൺടച്ചബിലിറ്റി നോ മോർ ഈ ഒരു ക്രിസ്ത്യാനിറ്റിയിൽ വന്നപ്പോഴത്തേക്കും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. ക്രിസ്ത്യാനിറ്റിയിൽ അവർ ഒരു സാധാരണ ആൾക്കാരെ പോലെയാണ് കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രിവിലേജസ്, ഇക്കണോമിക് അഡ്വാൻറ്റേജസ്, എക്സ്ട്രാ പ്രിവിലേജസ് ഇതെല്ലാം നൽകിയിട്ടാണ് അവർ ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു അൺടച്ചബിൾ ഏറ്റവും ലോവർ കാസ്റ്റിലുള്ള ഈ ഹിന്ദുസ് പ്രധാനമായിട്ടും ക്രിസ്ത്യാനിറ്റിയിലേക്ക് അട്രാക്റ്റഡ് ആവുകയും ചെയ്തു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ഒരു സൊസൈറ്റൽ ചേഞ്ചസ്, സൊസൈറ്റിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ആകത്തുക മൊത്തത്തിൽ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പോർച്ചുഗീസുകാരുടെ കോൺടാക്റ്റ് മൂലം. അപ്പോൾ നമുക്കറിയാം അതുവരെ ട്രേഡിലൊക്കെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളത് മുസ്ലിംസ് ആയിരുന്നു. കാരണം അറബ്സും ഈജിപ്ഷ്യൻസും ഒക്കെ ആയിട്ട് ട്രേഡ് ചെയ്ത് അവരായിരുന്നു വലിയ കാശുകാരായത്. പക്ഷേ പോർച്ചുഗീസുകാർ വന്നപ്പോഴത്തേക്ക് ഇവർ ക്രിസ്ത്യാനിറ്റീനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങുകയും മുസ്ലിംസിന് ഉള്ളായിരുന്ന പ്രിവിലേജസ് എല്ലാം എടുത്തു മാറ്റുകയും ചെയ്യുകയാണ് ഉണ്ടായത്. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും മുസ്ലിംസിന് അവർ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ഒരു ഓൾഡ് പൊസിഷൻ ഓഫ് പ്രോമിനൻസ്, ഈ ഒരു പ്രോമിനൻസ് അവർക്ക് നഷ്ടപ്പെടുകയാണ്. എസ്പെഷ്യലി ഇൻ ദ ഫീൽഡ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ട്രേഡ് ആൻഡ് കൊമേഴ്സിലുണ്ടായിരുന്ന അവരുടെ ഒരു ആധിപത്യം അവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഇനി പോർച്ചുഗീസുകാരുടെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ഫീൽഡാണ്. അപ്പോൾ അവർ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അവർക്ക് ക്രിസ്ത്യാനിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തിയോളജിക്കൽ കോളേജസും സെമിനാരീസും എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. കൊച്ചി, കണ്ണൂർ, അങ്കമാലി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ഒരു ക്രിസ്ത്യൻ മിഷണറിമാരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സെമിനാരീസും കോളേജസും സ്ഥാപിച്ചു. ഈ കോളേജസിലെല്ലാം തിയോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിപ്പിക്കാനും തുടങ്ങി. ഇനി അതുപോലെ തന്നെ ഈ ഒരു പോർച്ചുഗീസ് ലാംഗ്വേജും പഠിപ്പിക്കാൻ തുടങ്ങി. ദേ ഓൾസോ സ്റ്റാർട്ടഡ് ഇൻഡോളജിക്കൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. അതായത് യൂറോപ്യൻ സ്കോളേഴ്സ് ഇന്ത്യയിലെത്തിയിട്ട് ഇന്ത്യയുടെ ഒരു ഒരു സൊസൈറ്റിയും കാര്യങ്ങളും എല്ലാം പഠിക്കാനും അതിന് റിസർച്ച് ചെയ്യാനും തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനൊക്കെ തുടങ്ങി യൂറോപ്യൻ സ്കോളേഴ്സ്. ഇനി ആ സമയത്ത് ഇന്ത്യയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട മിഷനറിയാണ് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ. സോ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഓക്കെ. സോ അദ്ദേഹം കേരളത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ മിഷനറിയാണ്. അപ്പോൾ ഹി ട്രാൻസ്ലേറ്റഡ് ദ കാറ്റഗിസം ഇൻറ്റു മലയാളം. അപ്പോൾ പോർച്ചുഗീസ് കാറ്റഗിസം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇദ്ദേഹമാണ്. ഇനി അതുപോലെ തന്നെ ഒരുപാട് ട്രാവലേഴ്സ് ലൈക്ക് ഡ്യുവർട്ടെ ബാർബോസ, അതുപോലെ തന്നെ കോറിയ, അങ്ങനെയുള്ള കൂടുതൽ ആൾക്കാരും ഈ ഒരു പോർച്ചുഗീസ് കോണ്ടാക്ട് കേരളത്തിൽ വന്ന മാറ്റങ്ങളെ പറ്റി അവരുടെ അക്കൗണ്ട്സിൽ വിവരിച്ചിട്ടുണ്ട്. ഇനി അതുകൂടാതെ പോർച്ചുഗീസ് ഓൾസോ സെറ്റ് അപ്പ് പ്രിന്റിംഗ് പ്രസ് അറ്റ് കൊച്ചിൻ ആൻഡ് വൈപ്പിക്കോട്ട. അപ്പോൾ പ്രിന്റിംഗ് പ്രസ് അവർ സ്റ്റാർട്ട് ചെയ്തു. പോർച്ചുഗീസുകാർ സ്റ്റാർട്ട് ചെയ്താണ് പ്രിന്റിംഗ് പ്രസ്. അതുപോലെ തന്നെ കൾച്ചറൽ മേഖലയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചവിട്ട് നാടകം ഓക്കെ. സോ ചവിട്ട് നാടകം ഈ ഒരു കഥകളിയുടെ ഒരു ക്രിസ്ത്യൻ കൗണ്ടർ പാർട്ടായിട്ട് പോർച്ചുഗീസുകാർ ഡെവലപ്പ് ചെയ്ത ഒരു ആർട്ടാണ് ചവിട്ട് നാടകം എന്നുള്ളത്. അതും ഈ ഒരു പോർച്ചുഗീസുകാരുടെ ഒരു കീഴിലാണ് ഈ ഒരു ചവിട്ട് നാടകത്തിന് കൂടുതൽ പ്രോത്സാഹനമൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ കോണ്ടാക്ട് മൂലം കേരളത്തിൻ്റെ അന്നത്തെ സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. പ്രത്യേകമായിട്ടും ഈ ഒരു സോഷ്യൽ, കൾച്ചറൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ മേഖലയിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ നടന്നിട്ടുണ്ട്. ഓക്കെ. സോ ഇതാണ് ഈ ഒരു പോർച്ചുഗീസ് പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. സോ നിങ്ങൾ അതുകൂടെ എക്സ്ട്രാ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുക. എല്ലാ കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ പ്രൂഫ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ആയിട്ട് നമുക്ക് കവർ ചെയ്ത് തരാൻ സാധിക്കില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അത്യാവശ്യം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നു എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളെ ഫീഡ്ബാക്ക്, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കുക. ഈ ഒരു ക്ലാസ്സിൻ്റെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മളെ അറിയിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അറിയിച്ചാൽ മതി. വി വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഓക്കെ. സോ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഓക്കെ. സോ ഇത് പോർച്ചുഗീസുകാരുടെ ഒരു പീരീഡാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്തത്. ഇനി അങ്ങോട്ട് നമുക്ക് ഡച്ചുകാരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അതുപോലെ തന്നെ അവരുടെ ഒരു സിസ്റ്റം ഒക്കെ പഠിക്കാനുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ ഈ ഒരു സീരീസ് നിങ്ങൾ മുടങ്ങാതെ കാണുക. എസ്പെഷ്യലി ഈ ഒരു ഡിഗ്രി മെയിൻസ് ഒക്കെ അടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിനെപ്പറ്റി ഒരു കേരള ഹിസ്റ്ററിനെ പറ്റി ഒരു നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ എലിമിനേഷൻ മെക്കാനിസത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ആൻസേഴ്സിലൊക്കെ അറൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഓക്കെ, സോ കീപ് പ്രാക്ടീസിങ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ബൈ ബൈ, ടേക്ക് കെയർ.